ഒരാൾക്ക് ജീവിക്കാൻ ആ പേരും ആ തൊഴിലും കംഫർട്ടാണ്. ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, ഒരു പേരിൽ എന്തിരിക്കുന്നു? നമ്മൾ മലയാളികളാണെങ്കിലും റോഡിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ ഇങ്ങനെയല്ലല്ലോ ഇറങ്ങി നടക്കുന്നത്. മാന്യമായ രീതിയിൽ വേഷം ധരിച്ചിട്ടാണല്ലോ ഇറങ്ങി നടക്കുന്നത്. അല്ലാണ്ട് ഈ പെണ്ണ് അല്ലെങ്കിൽ ഈ നീളാം നമ്പ്യാർ എന്ന് പറയുന്ന ഈ സ്ത്രീ നടക്കുന്ന പോലെ അല്ലല്ലോ റോഡിൽ കൂടെ നമ്മൾ നടക്കുന്നത്. പേരൊക്കെ മാറ്റിയതിന് ശേഷം ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇവരെ കാണാനും പല ആവശ്യങ്ങൾക്കായിട്ട് എന്തായിരിക്കും ആവശ്യം എന്ന് മനസ്സിലായല്ലോ, വന്നിട്ടുണ്ട് എന്നുള്ളത്. ഫോൺ വീഡിയോസിന് തെറ്റ് പറയുന്നവരാരെങ്കിലും ഉണ്ടോ? ഫീൽഡ് മോഡലിംഗ് ആണ് ഇങ്ങനത്തെ വൾഗർ ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളൊക്കെയാണ് നടത്തുന്നത്. അതൊരു മതവിഭാഗം മാത്രമല്ലല്ലോ. വൈറലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ വൾഗർനെസ് കാണാനും മലയാളികൾ സജ്ജരാണ്, സപ്പോർട്ട് ചെയ്യാനും അത് സജ്ജരാണ് ആൾക്കാർ. ജസ്റ്റ് ഒരു ജീൻസും ടോപ്പും ഇട്ട് തട്ടവിടാണ്ട് ഒരു ഫോട്ടോഷൂട്ട് നടത്തിയതിന്റെ പേരിലാണ് ഈ മുസ്ലിം വിഭാഗം ഇവരെ മാറ്റി നിർത്തിയത് എന്ന് പറയുന്നുണ്ട്. തുണി കഴുകുന്നു, ഇതുപോലെ ചമ്മന്തി അരയ്ക്കുന്നു, അങ്ങനെയൊക്കെ ഓരോ പഴയകാല ഹിന്ദു കോൺസെപ്റ്റിനെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് ഇവർ ഇങ്ങനത്തെയൊക്കെ ചെയ്യുന്നത്. ഇപ്പം നിലവിൽ ഇൻസ്റ്റാഗ്രാമിലായാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഇപ്പൊ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പം മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നീളാം നമ്പ്യാർ എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ടൊക്കെ ഉണ്ട് നീളാം നമ്പ്യാർ. കയറി നോക്കി അറിയാം, ഫുള്ള് വൾഗർ വീഡിയോസ് ആണ്. അപ്പോൾ നിലവിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ നീളാം നമ്പ്യാർ എന്ന് പറയുന്ന സ്ത്രീ ഒരു മുസ്ലിം യുവതിയാണ്. അവരുടെ നേതൃത്വ പേര് ആസിയ നവാസ് എന്നായിരുന്നു. അപ്പം ആ പേരിൽ അവർ ഇത്തരത്തിലുള്ള വൾഗർ ഫോട്ടോഷൂട്ട് നടത്തി അവരുടെ മതത്തിൽ നിന്നും പിന്തള്ളപ്പെട്ടു, അല്ലെങ്കിൽ അകറ്റാൻ തുടങ്ങി. അതുകൊണ്ട് അവർ ഹിന്ദു മതം സ്വീകരിച്ച്, ഹിന്ദു പേര് സ്വീകരിച്ച് ഇങ്ങനത്തെ വൾഗർ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനെതിരെ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഹിന്ദു വാദികളെല്ലാം ഇപ്പോൾ ഒരു എതിർപ്പാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഹിന്ദു പേര് അല്ലെങ്കിൽ ഹിന്ദു നാമം സ്വീകരിച്ച് ഇങ്ങനെയുള്ള വൾഗർ വീഡിയോസ് ഇടുന്നു? അപ്പം ഹിന്ദുക്കളെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തെ അല്ലെങ്കിൽ ഹിന്ദു പേരിനെ എത്രത്തോളം മോശമാക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നീളാം നമ്പ്യാർ എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ സംസാരങ്ങളൊക്കെ വരുന്നത്. അപ്പം അതിനോട് സൂര്യ യോജിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഹിന്ദു നാമം സ്വീകരിച്ച് ഇങ്ങനെ കുറേ വൾഗർ വീഡിയോസ് ഇടുന്നതിനോട് അപ്പോൾ ഹിന്ദുക്കളെ ആർക്കും എന്തും ചെയ്യാൻ പറ്റാന്ന്, ആർക്ക് വേണമെങ്കിലും എടുത്ത് കൊട്ടാവുന്ന ചെണ്ടയാണോ ഹിന്ദുക്കൾ എന്നൊരു ചോദ്യം തന്നെ ഇപ്പം ഉയർന്നു വരുന്നുണ്ട്. എന്താണ് സൂര്യയുടെ അഭിപ്രായം? ഇപ്പോൾ ഒരു വ്യക്തി ഒരു മതം സ്വീകരിക്കുന്നതായാലും, ഒരു ജാതിയിലേക്ക് മതം സ്വീകരിച്ചാലും ജാതിയിലേക്ക് പരിവർത്തനപ്പെടുന്നതിനെ പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എന്നിരുന്നാലും ഒരു മതം സ്വീകരിക്കുന്നതായാലും ഒരു മതത്തിൽ നിന്ന് പുറത്താവുന്നതായാലും മറ്റൊരു നാമം സ്വീകരിക്കുന്നതായാലും അത് വ്യക്തിപരമായിട്ട് അവരുടെ മാത്രം ഒരു അഭിപ്രായവും അവരുടെ മാത്രം ഒരു താല്പര്യവുമാണ്. അപ്പോൾ അതിൽ മറ്റുള്ളവർ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അവർ ആ പേര് സ്വീകരിച്ചത് കൊണ്ട് എങ്ങനെയാണ് മറ്റൊരു വ്യക്തിയെ അത് ബാധിക്കുക? നമ്മൾ വ്യക്തികളെ നോക്കിയാൽ മതി. അവരുടെ ജോലി, അവരുടെ ഒരു പ്രൊഫഷനായി ഈ മേഖല തിരഞ്ഞെടുത്തുവെങ്കിലും അവരുടെ ജോബായാലും അവരുടെ പേരായാലും അവരുടെ നിലനിൽപ്പിനെ അത് ബാധിക്കുന്നില്ല എന്നിടത്തോളം കാലം, മറ്റൊരു വ്യക്തിയെ അത് ബാധിക്കുന്നില്ല എന്നിടത്തോളം കാലം ഒരിക്കലും അത് ഒരു പ്രശ്നമായി മാറുന്നില്ല. പക്ഷെ അവർ പറയുന്ന ആ കാരണം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത് വേറൊരു രീതിയിൽ എനിക്കിഷ്ടമായത് കൊണ്ടാണ് ഞാൻ ഹിന്ദുമതം സ്വീകരിച്ചത്, അല്ലെങ്കിൽ എനിക്കിഷ്ടമായത് കൊണ്ടാണ് ഞാൻ ഹിന്ദു നാമധേയം സ്വീകരിച്ചതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഒരു ന്യായം ഉണ്ടായിരുന്നു. അവർ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജീൻസും ടോപ്പും ഇട്ട് തലയിൽ കൂടെ തട്ടമിടാണ്ട് ഫോട്ടോഷൂട്ട് നടത്തിയപ്പോഴാണ് എന്നെ അവരുടെ മതം അവരെ അകറ്റാൻ തുടങ്ങിയത്, സമുദായത്തിൽ നിന്ന് അകറ്റാൻ തുടങ്ങിയെന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ ഹിന്ദു നാമധേയം സ്വീകരിച്ച് ഹിന്ദു മതം സ്വീകരിച്ച് ഇപ്പം അവർക്ക് പ്രശ്നമൊന്നുമില്ല, അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇപ്പോൾ ഇടാം. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൺ വന്നപ്പോൾ ആ ഒരു ന്യായീകരണത്തെയാണ് എല്ലാവരും എതിർക്കുന്നത്. അല്ലാണ്ട് ആ ഒരു പേര് സ്വീകരിച്ചതിൻ്റെ പേരിലല്ല. അങ്ങനെ ഒരു ന്യായീകരണം വരുമ്പോൾ അതിന്റെ അർത്ഥം ആ ഹിന്ദു വിഭാഗത്തെ മുഴുവൻ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. ഇപ്പോൾ ഇവിടെ ആക്ഷേപിക്കുന്നു അല്ലെങ്കിൽ എതിർക്കുന്നു എന്ന് പറയുന്നില്ല. അതേപോലെ ഈ വ്യക്തി നീളാം നമ്പ്യാർ ആയത് ഇപ്പോ ഇന്നോ ഇന്നലെയോ അല്ല, എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ആയതാണ്. ഇപ്പോൾ ഇതിനെ ചർച്ചാ വിഷയമാക്കി എന്നേ ഉള്ളൂ. ഇവർ ഇതിലേക്ക് പരിവർത്തനപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ട സമയത്ത് എത്ര പേര് അവരെ സപ്പോർട്ട് ചെയ്തു, ഇപ്പൊ എത്ര പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നു, എത്ര പേര് ഫോളോവേഴ്സ് ചെയ്യുന്നു, എത്ര പേര് അവരുടെ വീഡിയോസ് കാണുന്നു. ഇവരെല്ലാവരും പകൽമാന്യമായിട്ട് നിൽക്കുകയും ഇവരുടെ ഫോളോവേഴ്സ് ചെയ്യുകയും പുറമെ വന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കും. അത് നല്ലതാണോ? നീളാം നമ്പ്യാർ എന്ന് പറയുന്ന ആ അക്കൗണ്ട് തന്നെ ഇപ്പം വൈറലാവാനുള്ള കാരണം തന്നെ നമ്മൾ മലയാളികൾ തന്നെയാണ്. മലയാളികളെ കൂടെ കുറ്റം പറയണം. കാര്യം മലയാളികൾ അത്രത്തോളം ശോഷിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവരുടെ വീഡിയോസിന് അത്രയും വ്യൂസും ലൈക്സും ഒക്കെ കൂടി അവരത്രയും ഫേമസ് ആയത്. അപ്പോൾ അവർ ഫേമസ് ആയതും ഇപ്പം ഈ ഒരു പേരിന് ഒരു വിവാദം വരാനുള്ള കാരണം അവർ കൊടുത്തൊരു ഇൻ്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂവിൻ്റെ അകത്ത് അവർ പറയുന്ന ന്യായീകരണങ്ങളാണ് ഇപ്പോൾ കൂടുതലും ചർച്ചയായിക്കൊണ്ടിരുന്നത്. അതുവരെ നീളാം നമ്പ്യാർ എന്നുള്ള അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഫോളോ ചെയ്യും, എല്ലാവരും വൈറൽ വീഡിയോസ് ആണ് ഫുള്ള്.
എടുത്ത് നോക്കിയാൽ ആ അക്കൗണ്ട് ഫുള്ള് നോക്കിയാൽ തന്നെ ഫുൾ വൾഗർ വീഡിയോസുമാണ്. അപ്പം ഇതുവരെ ചർച്ചയാക്കപ്പെടാതിരുന്ന ഒരു നിള നമ്പ്യാർ പെട്ടെന്ന് ഒരു ദിവസം ചർച്ചയാക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ആ ന്യായീകരണമാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പം അവർ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറയുണ്ടായി, അവിടുത്തെ ആങ്കർ ചോദിച്ചു ഇതുപോലെ ഈ നിള നമ്പ്യാർ എന്നുള്ള പേര് സ്വീകരിക്കുമ്പോൾ ആ ഒരു വിഭാഗത്തെ അതൊരു ജാതിപ്പേരാണ്. നമ്പ്യാർ എന്നുള്ളത് ഒരു ഹിന്ദു നെയിമിനേക്കാൾ ഉപരി അതൊരു ജാതിപ്പേരാണ്. നമ്പൂതിരി വിഭാഗത്തിന് എനിക്കറിയത്തില്ല സഭകളുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ വേറെ ഏതെങ്കിലും ഒരു ജാതിപ്പേരാണ് സ്വീകരിച്ചിരുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും അവർ ആ ഒരു എന്താ ഇതായിട്ട് മുന്നോട്ട് വന്നേനെ. ഇപ്പോൾ നായരോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അവർക്കൊക്കെ സഭകളുണ്ട്, ഓരോ യോഗങ്ങൾ സഭകൾ, നായർ സമാജം പോലൊക്കെ അങ്ങനെ അതുണ്ട്. അപ്പം നിള നമ്പ്യാർ വിഭാഗത്തിനുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അതിനെതിരെയായിട്ട് ആ സമിതിക്കാർ മുന്നോട്ട് വന്നേനെ. അപ്പോൾ അവർ പറയുന്നത്, ഈ ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആനകൾക്ക് പേരിടുന്നു, അത് ആനകളുടെ ജാതിയോ മതമോ നോക്കിയിട്ടാണോ ആനകൾക്ക് പേരിടുന്നത്. ആ ഒരു കമ്പാരിസൺ ആണ് ശരിക്കും പറഞ്ഞാൽ ഹിന്ദു മതവിശ്വാസികളെ കൂടുതലും പ്രചോദിപ്പിക്കുന്നത്. എന്തുകൊണ്ട് അതിനെ ഇങ്ങനെ അവരെ ദേഷ്യപ്പെടുത്തുന്നു? ആ ഉത്തരത്തിൽ എന്താ തെറ്റ്? അതാണ് ആ ന്യായീകരണം വെച്ചിട്ടാണ് എന്നെ പുറത്താക്കിയത് ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യണമെങ്കിൽ ഒരു ഹിന്ദു പേരോ അല്ലെ ഹിന്ദു മതമോ സ്വീകരിക്കണം എന്നുള്ള ഒരു ന്യായീകരണത്തെയാണ് ഇതിപ്പോ ഇവിടെ പലരും പലതാണ് വിശ്വസിക്കുന്നത്. അവരുടെ വിശ്വാസത്തിലൂടെ വന്നപ്പോൾ അതിന് സമ്മതിച്ചില്ല. ആ ഒരു പ്രൊഫഷനിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ അവരാദ്യം പറയുന്നത് ഇത്തരത്തിലുള്ള വൾഗർ ഫോട്ടോസ് അല്ല ഇട്ടത്, വെറും ഒരു ടീഷർട്ടും പാന്റും ഇട്ടിട്ടുള്ള ഫോട്ടോഷൂട്ട് നടത്തിയപ്പോഴാണ് അതുപോലും പറ്റില്ല എന്ന് പറഞ്ഞ് ഇപ്പോ അവര് മലപ്പുറം ജില്ലയിൽ തന്നെയും ഫുൾ ബുക്കറയിട്ട് നടക്കുന്ന മുഴുവനെ മറച്ച് നടക്കുന്ന ഒരു സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീ പെട്ടെന്ന് ഒരു ടീഷർട്ടും ഒരു ജീൻസ് പാൻറ്റും ഇട്ട് വന്നത് കണ്ടപ്പോൾ അവരുടെ സമുദായത്തിന് ഇഷ്ടപ്പെടാതെ വരികയും അവരെ വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ അനുഭവം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും അവരതിൽ നിന്ന് പിന്മാറി ആ ഒരു സമുദായത്തിൽ നിന്നും പിന്മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഈ പേര് സ്വീകരിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവർ പറയുന്നതിൽ എനിക്ക് കുറ്റകരമായിട്ടൊന്നും തോന്നില്ല. ഒരു ആനയ്ക്കോ അല്ലെങ്കിൽ പട്ടിയോ, നമ്മൾ പല തരത്തിലുള്ള പട്ടികളെയും ആനകളെയും മൃഗങ്ങളെയും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേരാണ് നമ്മൾ ഇട്ട് വിളിക്കുന്നതും അവരതിലായിട്ട് അഡ്ജസ്റ്റഡ് ആവുന്നതും. പിന്നെ എന്തോടെ ഒരു മനുഷ്യനായിക്കൂടാ? അപ്പം ഹിന്ദു വിഭാഗത്തിലുള്ള ആളുകൾ എങ്ങനെയാണ് അവരെ ബാധിക്കുന്നത്? ഒരു വ്യക്തിയെ ബാധിക്കുന്നില്ല എങ്കിൽ ഈ ഹിന്ദു സമുദായത്തിലുള്ള ഹിന്ദു വിഭാഗത്തിലുള്ള ഈ നമ്പ്യാർ വിഭാഗത്തിലുള്ളവർ തന്നെ പലരും അവരെ ഫോളോ ചെയ്തിട്ടുണ്ടാവും, ലൈക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തിപരമായി ഒരാളെയും ബാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇവർക്ക് ഈ ഒരു പേര് സ്വീകരിച്ച് ഇവരുടെ പ്രൊഫഷനായിട്ട് മുന്നോട്ട് പോകുന്നതിൽ തെറ്റ്? അവർ പറഞ്ഞതിലും എനിക്ക് തെറ്റൊന്നും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് ഞാൻ വായിക്കുകയാണ്. ഇസ്ലാം മതത്തിൽപ്പെട്ട ഈ സ്ത്രീ നിള നമ്പ്യാർ എന്ന വ്യാജ പേരും സ്വീകരിച്ച് പോൺ സൈറ്റുമായി മുന്നോട്ട് പോവുകയാണ്. ആനയ്ക്ക് ഹിന്ദു പേരുകളാണല്ലോ ഇടുന്നത്, അതുകൊണ്ട് എനിക്ക് എന്തേ ഈ നാമധേയമായി കൂടാ എന്നാണ് അവരുടെ വാദം. വിചിത്രമായ ഈ വാദം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. പബ്ലിക്കായി തുണി ഉരിഞ്ഞ് കാശുണ്ടാക്കുന്ന ശ്രീമതി അടിയന്തരമായി സ്വന്തം പേര് തന്നെ ഉപയോഗിക്കണം. ഹിന്ദു എല്ലാവർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയല്ല. ഇതാണ് ആ പോസ്റ്റ്. ഇത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ്. ഓരോ വ്യക്തിക്കും അവരവരുടേതായ കാഴ്ചപ്പാടുണ്ട്. ഇപ്പൊ നമ്മൾ സിനിമകളും പല തരത്തിലുള്ള പോൺ സൈറ്റുകൾ കാണുന്നവരുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ പ്രശ്നമില്ലാത്തവർ മുൻപിലേക്ക് വന്ന് ഞാൻ ഈ പ്രൊഫഷനാണ് ചെയ്യുന്നത്, ഞാൻ ഈ ഒരു ജോലിയാണ് ചെയ്യുന്നത് പറയുമ്പോൾ എന്താ പ്രശ്നം അവിടെ? അപ്പോൾ സ്വന്തം പേരിൽ തന്നെ ഇത് ചെയ്തുകൂടെ? അപ്പം ഒരു ഇത്രയും ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീ മുന്നിലേക്ക് വരുന്നു, ഞാൻ ഇതാണ് എൻ്റെ പ്രൊഫഷൻ ഇതാണെന്ന് പറഞ്ഞിട്ട് ഇത്രയും ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ എന്തിനു വേണ്ടിയിട്ടാണ് മറ്റൊരു ഇതിൻ്റെ പേര് നാമം സ്വീകരിച്ചുകൊണ്ട് ഇത് ചെയ്യുന്നത്? അതായത് ഞാൻ എൻ്റെ നേരത്തെ ഉള്ള പേര് കാരണം എന്നെ എൻ്റെ മതത്തിൽ നിന്നും അകറ്റി നിർത്തുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് പിന്നീട് ഒരുപക്ഷെ ഇതൊന്നും നോക്കാത്ത ഒരാള് എന്തിനു വേണ്ടിയിട്ടാണ് ആ പേര് മാറ്റുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. ഇത്രയും ബോൾഡായിട്ടുള്ളൊരു സ്ത്രീ ആ പേര് അവരെ പേടിച്ചിട്ട് എന്തിനു പേര് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. ഒരിക്കലും പേടിച്ചിട്ടാവില്ല. ഇപ്പോൾ പറഞ്ഞു അവര് എന്നെ ആ ഇതിൽ നിന്ന് അകറ്റി നിർത്തുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹിന്ദു പേര് സ്വീകരിച്ചു. പക്ഷേ ഇതിനകത്ത് മെയിൻ പോയിന്റ് ഹിന്ദു മതം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അവർ അമ്പലത്തിൽ പോയതായിട്ടോ അല്ലെങ്കിൽ ഹിന്ദുമത ആചാരങ്ങൾ പിന്തുടർന്നതായിട്ടോ ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ ഈ പേര് സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മതം സ്വീകരിക്കുമ്പോൾ നമ്മൾ ഒരു വ്യക്തി നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ ആ മതം സ്വീകരിക്കുന്നത്. ബുക്കിലും ആഡൊന്നും ചെയ്തിട്ടില്ല. അവരുടെ നിള നമ്പ്യാരാണ് ഒഫീഷ്യൽ നെയിം എന്നുള്ള രീതിയിൽ ആഡും ചെയ്തിട്ടില്ല. അത് മറ്റൊരു കാര്യമായി പ്രശ്നമായി നിൽക്കുകയാണ്. ഇപ്പോൾ പല തൂലിക നാമങ്ങൾ പലർക്കും നമ്മൾ ഇപ്പോൾ എഴുത്തച്ഛനായാലും തകഴിക്കായാലും പല
തൂലികാ നാമങ്ങൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും തൂലികാ നാമം വേറെ തന്നെയാണ്. നമുക്കൊരു ഗസറ്റഡ് ബുക്കിൽ പ്രസിദ്ധീകരിച്ച് നമുക്കൊരു പുതിയ നാമകരണം ചെയ്യുമ്പോൾ പുതിയ നാമകരണം അങ്ങനെ നമുക്ക് സ്വീകരിക്കാം. പക്ഷെ ഒരു ഗസറ്റഡിൽ പ്രസിദ്ധീകരിച്ച് അവർ ഈ പേര് ഒഫീഷ്യലായിട്ട് സ്വീകരിച്ചിട്ടില്ല. അതൊരു പ്രശ്നമായി നിലനിൽക്കുക തന്നെയാണ്. നിള നമ്പ്യാർ എന്നുള്ളത് ഒഫീഷ്യലായിട്ട് സ്വീകരിച്ചിട്ടില്ല. പക്ഷെ അവർ അറിയപ്പെടുന്നത് നിള നമ്പ്യാർ എന്ന പേരിലാണ്. പക്ഷെ അവർ പറയുന്ന കാരണം ആ കാരണത്തെയാണ് ഈ ഹിന്ദു വിഭാഗത്തെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് അപ്പൊ ഈ ഹിന്ദു പേര് അല്ലെങ്കിൽ ഈ ഹിന്ദു വിഭാഗത്തിലോട്ട് ഉൾപ്പെട്ട സ്ത്രീകൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു എന്തും ചെയ്യാം, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള എന്ത് ചെയ്താലും അവിടെ ആ കാഴ്ചപ്പാടാണ് മാറ്റേണ്ടത്. കാരണം ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഞാൻ ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. പക്ഷെ എൻ്റെ ലൈഫിനെയോ എൻ്റെ കരിയറിനെയോ ഒരു തരത്തിലും ആ സ്ത്രീ ബാധിക്കുന്നില്ല. അവരവരുടെ കരിയറായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നമ്മളൊരു മതേതര രാഷ്ട്രമാണ്. ഏത് മതത്തിൽപ്പെട്ടവർക്കും ഏത് പ്രൊഫഷൻ എടുത്തവർക്കും ജീവിക്കാം. ഈ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ പോസ്റ്റ് വായിച്ചത് തന്നെ ഇത്രയും വൾഗറായിട്ടുള്ള പോസ്റ്റുകൾ ഇടുന്നു. ഇങ്ങനെ പല രീതിയിലും മോശം എന്താ അതിൽ മോശം എന്താ? അവരുടെ പ്രൊഫഷൻ എന്താ മോശം എന്താ? മോശമായിട്ടുള്ള മോഡലിംഗ് ഒന്നും ഒരു മോശമായിട്ടുള്ളതല്ല. അപ്പോൾ ഓരോ ആ വ്യക്തി ചെയ്യുന്ന പ്രൊഫഷനോ അവരുടെ പേരോ അവരുടെ ജാതിയോ അവരുടെ മതമോ ഒരു വ്യക്തി എന്ന രീതിയിൽ എന്നെ ബാധിക്കാത്തിടത്തോളം കാലം, എൻ്റെ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ എൻ്റെ വാള് കടന്ന് ഇപ്പുറത്തേക്ക് വരാത്തിടത്തോളം കാലം ഞാൻ സേഫ് തന്നെയാണ്, അവരും സേഫാണ്. ഒരു നമ്മൾ പറയല്ലേ, നമ്മുടെ മൂക്കിന്റെ തുമ്പത്ത് എത്തി മൂക്കി തൊടുമ്പോഴായിരിക്കും പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ ഒരു മതം സ്വീകരിച്ചതുകൊണ്ട് എങ്ങനെയാണ് മറ്റുള്ള വ്യക്തികളെ ഇത് ബാധിക്കുന്നത്? ഒരാൾ ഒരു മതം സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ പറയട്ടെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞാലും ഹിന്ദു മതങ്ങളെ ചെണ്ട ആർക്കും വന്ന് കൊട്ടാനുള്ളതാണോ? അങ്ങനെയെങ്കിൽ നമ്മൾ അഭിമാനത്തോടെ എടുക്കേണ്ടതാണ്. നമ്മൾ മീൻസ് ഈ ഒരു മതത്തിലേക്ക് വന്ന ഈ മതസ്ഥര് വിശ്വസിക്കേണ്ട നമ്മളെ മതത്തിലേക്ക് വന്ന് ഏത് പ്രൊഫഷനും സ്വീകരിക്കാം എന്നുള്ള ഒരു അഭിമാനത്തോടെ നമ്മൾ എടുക്കേണ്ട. പ്രൊഫഷനെ ബാധിക്കുകയല്ല. ഇവർ പറഞ്ഞത് അവർ മോഡലാണ്, എല്ലാം കൊണ്ടും അവർ പെർഫെക്റ്റ് ആണെന്നും പറഞ്ഞിട്ടാണ് മുന്നോട്ട് വന്ന് ഇപ്പം കൊടുത്ത ഇൻ്റർവ്യൂസിലെല്ലാം അവരത് തന്നെയാണ് പറയുന്നത്. എൻ്റെ ഹസ്ബൻഡ് എനിക്കിതിന് സപ്പോർട്ടാണ്, ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എനിക്ക് 2 മക്കളുണ്ട്. അവർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. അവരുടെ ഭാവി ജീവിതത്തെ ഇത് ബാധിക്കുമോ എന്നുള്ളത് പോലും അവർക്കറിയില്ല. പക്ഷെ അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്നൊക്കെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പം ഇവരുടെ ഭർത്താവിനും കുഴപ്പമൊന്നുമില്ല ഈ മതം സ്വീകരിച്ചു എന്നല്ല, ഈ ഒരു ഹിന്ദു നെയിം സ്വീകരിച്ചതിനോട് അവർക്ക് ആർക്കും ഒരു എതിർപ്പുമില്ല. പക്ഷെ ഈ ഹിന്ദു പേര് അല്ലെങ്കിൽ ഹിന്ദു പേര് എന്നുള്ളതിനേക്കായി ആ ജാതി പേരിനെയാണ് ഈ ഹിന്ദു വിഭാഗം ഉയർത്തി കാണിക്കുന്നത്. നമ്പ്യാർ എന്നുള്ള അവർ നമ്പ്യാരല്ല, പിന്നെ എന്തിനാ നമ്പ്യാർ എന്നുള്ളൊരു പേര്, അങ്ങനെ ഒരു നാമധേയം സ്വീകരിച്ചു എന്നുള്ളൊരു സംഭവമാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഒരു നോർമൽ ഒരു ഹിന്ദു പേര് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര്, നിള നവാസ്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പേരായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. നിള എന്നുള്ളൊരു നദിയുടെ പേരാണല്ലോ. അതിൻ്റെ കൂടെ ഒരു ജാതി പേരും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് അത്രയും കൂടുതൽ വിവാദമാകാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ നമ്പ്യാരല്ലാത്ത ഒരാൾ എന്തിനു വേണ്ടി നമ്പ്യാർ എന്നുള്ള ഒരു ഇപ്പം സമാജങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ അകത്തൊക്കെ ഓരോ രജിസ്റ്ററിലും നമ്മളുടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുമല്ലോ, ഇന്ന ആൾ ഇന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയാണല്ലോ നമ്മുടെ സമൂഹം തിരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജാതി പേര് സ്വീകരിക്കുമ്പോൾ ആ യോഗമോ ആ സമിതിയോ ബന്ധപ്പെട്ട ആൾക്കാരോ അറിഞ്ഞിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അറിഞ്ഞാൽ എന്താ ഞാൻ ഇവിടെ ചോദിക്കുന്നത്, ഒരു പേരിൽ എന്തിരിക്കുന്നു? ഒരാൾക്ക് ജീവിക്കാൻ ആ പേരും ആ തൊഴിലും കംഫർട്ടാണ്. ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, ഒരു പേരിൽ എന്തിരിക്കുന്നു? ഒരു വിഭാഗത്തെ അടിച്ചു താത്താനുള്ള എന്നാണ് പറയുന്നത്. എങ്ങനെ അടിച്ചു താഴ്ത്തുന്നു? അവിടെ അത് നിങ്ങൾ വ്യക്തമാക്കണം. അതാണ് ആ ന്യായീകരണമാണ്. അപ്പൊ അവിടെ പറഞ്ഞ ന്യായീകരണമാണ് ഇത്രയും പ്രശ്നമായത്. അല്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും. അവര് ഒരു നോർമലായിട്ട് എനിക്ക് ഈ പേര് ഇഷ്ടമാണ്, എൻ്റെ പേര് ഇതാണ്, എൻ്റെ മോഡലിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ പേര് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു ന്യായം ഉണ്ടായിരുന്നു. ഇത് പറയുന്നത് എന്താണ്? ഈ ഇങ്ങനെയുള്ള വൾഗറായിട്ടുള്ള ഫോട്ടോഷൂട്ട് നടത്തിയതുകൊണ്ട് എൻ്റെ മതവിഭാഗം എന്നെ തള്ളിക്കളഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഹിന്ദുമതം അല്ലെങ്കിൽ ഹിന്ദു പേര് സ്വീകരിച്ചത് എന്നുള്ളൊരു ന്യായീകരണത്തിനെയാണ്. ആ ഒരു ഇന്റർവ്യൂവിന് ശേഷമാണ് ഈ നിള നമ്പ്യാർ എന്നുള്ള വ്യക്തിയെ കത്തിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. ആ ന്യായീകരണത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ ആ പേര് സ്വീകരിച്ചത് കൊണ്ടോ അവരുടെ പ്രൊഫഷനെയോ ഇതൊന്നും അല്ല ചോദ്യം ചെയ്യുന്നത്. അവരെന്തുകൊണ്ട് അങ്ങനെ ഒരു ന്യായീകരണം പറഞ്ഞു? എനിക്കിഷ്ടമാണ് ഈ പേര് സ്വീകരിക്കാൻ, അതുകൊണ്ട് ഞാനത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു ന്യായമുണ്ട്.
ഇപ്പോൾ അത് അവരുടെ വ്യക്തിപരമായ താല്പര്യം എന്നല്ല, നമുക്ക് അതിൽ എന്താ കാരണമെന്ന് അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാവും. അവർ പറഞ്ഞത് മാത്രമേ നമുക്കും പറയാൻ പറ്റൂ. ഇപ്പോൾ അവരുടെ ഇഷ്ടമാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. അവർ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ നിള എന്ന് മാത്രമായിരുന്നു, പിന്നീടാണ് നമ്പ്യാർ എന്നുള്ളത് കൂട്ടിച്ചേർത്തു എന്നുള്ളത്. അപ്പോൾ അത് അവരുടെ വ്യക്തിപരമായ താല്പര്യം എന്നതിലുപരി അതിലെന്താ പിന്നിലെ കാരണമെന്ന് അവർക്ക് മാത്രമേ വ്യക്തിപരമായി പറയാൻ പറ്റൂ. അതിലൊരു കുറ്റമുണ്ടോ എന്നോ അല്ല, അതൊരു കുറ്റകരമാണോ അല്ലേ എന്ന് മാത്രമേ പുറത്ത് നിൽക്കുന്ന നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു കുറ്റകരമല്ല എന്നാണ് ഞാനും പറഞ്ഞു വരുന്നത്. അവർ പറഞ്ഞത് ഒരു ന്യായീകരണമാണോ എന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഈ നിള നമ്പ്യാർ എന്ന് പറഞ്ഞ സ്ത്രീ അവരുടെ തന്നെ വിഭാഗത്തെ അടിച്ചു താത്താൻ ശ്രമിക്കുന്ന ഒരു നീക്കമല്ലേ നടത്തുന്നത്. അതായത് ഞങ്ങളുടെ സമുദായത്തിൽ ഇതൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ സമുദായത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, സുരക്ഷയില്ല എന്നുള്ളൊരു സംഭവം അവരുടെ സമുദായത്തെ തന്നെ വീണ്ടും ചോദ്യം ചെയ്യുന്ന ഒരു രീതിയല്ലേ മുന്നോട്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് ജസ്ന, ശ്രീകൃഷ്ണ ആരാധനയായിട്ട് മുന്നോട്ട് പോകുന്ന, ശ്രീകൃഷ്ണന്റെ പടങ്ങൾ വരച്ച് കുറച്ചൊക്കെ ഫേമസ് ആവുന്ന ജസ്നെ പറ്റിയും ഇതേ വാദം തന്നെയാണ് പറയുന്നത്. കാര്യം അവരുടെ സമുദായത്തിൽ നിന്ന് അവർക്ക് ഉണ്ടായ കുറേ ദുരനുഭവങ്ങൾ, ഇങ്ങനെ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നത് കൊണ്ട് ഇത്തരത്തിൽ അവർ മോശമാക്കപ്പെടുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതിനോടൊക്കെ യോജിക്കുന്നുണ്ട്. ഈ നൂറ്റാണ്ടിലും ഇങ്ങനെയൊക്കെ മതത്തിൽ നിന്നും ഒക്കെ അകറ്റി നിർത്തുന്നു. മാറ്റേണ്ടത് കാഴ്ചപ്പാട് തന്നെയാണ്. ഇവിടെ നമ്മുടെ കാലം എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു സമുദായത്തിന്റെ പേരിലോ, ഒരു പേരിന്റെ പേരിലോ, ഒരു കലയുടെ പേരിലോ, ഒരു പ്രൊഫഷന്റെ പേരിലോ ഒരാളെ ചൂഷണം ചെയ്യുന്നുണ്ട്, ഒരാളെ മോശമായി കാണുന്നുണ്ടെങ്കിൽ അവിടെ മാറ്റേണ്ടത് സമുദായമായാലും ഒരു വ്യക്തി എന്ന നിലയിലും കാഴ്ചപ്പാട് തന്നെയാണ് മാറ്റേണ്ടത്. ഒരു വ്യക്തി ഒരു പേര് സ്വീകരിച്ചത് കൊണ്ടോ, ഒരു മതം സ്വീകരിച്ചത് കൊണ്ടോ, ഞാൻ ഈ പറഞ്ഞതുപോലെ വേറൊരു വ്യക്തി ഇപ്പോൾ മുസ്ലിം സമുദായത്തിനെ എതിർത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു. മുസ്ലിം സമുദായത്തിൽ വേറൊരു വ്യക്തിയെ അത് ബാധിക്കുന്നില്ല. ഒരു വ്യക്തിയെ വ്യക്തിപരമായി ആരെയും ബാധിക്കുന്നില്ല, നിലനിൽപ്പിനെ ബാധിക്കുന്നില്ല. അവിടെ ഒരു മതത്തിനെ എതിർത്ത് പറയുക അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത ഒരാൾ വിമർശിക്കുക എന്നുള്ളത് അവകാശമാണ് നമ്മുടെ. ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ അതിനെ വിമർശിക്കാം, അതിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിമർശിക്കാം, അതിൽ കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ അതിനെ വിമർശിക്കുന്നു എന്ന് പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ സമുദായത്തിൽ ഒരാളെ, ഒരു വ്യക്തിയെ അത് ബാധിക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ ആ ഒരു കാലത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളെ ബാധിക്കാത്തടത്തോളം കാലം ഒരിക്കലും മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക, ഇത്തരത്തിൽ മോശമായി ചിത്രീകരിക്കാതിരിക്കുക. മാറ്റേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടാണെങ്കിൽ അത് മാറ്റുക. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ മുസ്ലിം വിഭാഗത്തിനെതിരെ വന്ന ഇപ്പൊ രണ്ട് സ്ത്രീകളും ഈ മുസ്ലിം വിഭാഗത്തിനെതിരെ തന്നെയാണ് നിന്ന് സംസാരിക്കുന്നത്. അപ്പം ഈ ജസ്നി എന്ന് പറയുന്ന സ്ത്രീക്ക് പീഡനം ഏറ്റിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്, അതൊക്കെ ഓപ്പൺ ആയിട്ട് ഒന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ അവരുടെ മകന് മദ്രസയിൽ പോയപ്പോൾ ഉണ്ടായ ദുരനുഭവങ്ങളെ പറ്റി അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഈ വന്ന കാലത്ത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനേറ്റ മർദ്ദനത്തെ പറ്റി എനിക്ക് അറിയില്ല. പക്ഷേ ഈ ഒരു പേരിടുന്നതിൻ്റെ പേരിലോ, അല്ലെങ്കിൽ ഒരു കൃഷ്ണനെ അല്ലെങ്കിൽ മറ്റു വിഭാഗത്തിൽപ്പെട്ടൊരു കൃഷ്ണനെ ആരാധിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പേരിലോ ഒക്കെ ഒരു മതത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതൊക്കെ പഴയ കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അംഗീകരിക്കാം, അന്ന് സംഭവിച്ചിരുന്നു എന്നുള്ളത്. പക്ഷേ ഈ വന്ന കാലത്തൊക്കെ അതൊക്കെ അംഗീകരിക്കുക എന്ന് പറഞ്ഞ കാര്യം, ഈ സിനിമ ഇൻഡസ്ട്രിയിലാണെങ്കിൽ തന്നെയും മുസ്ലിം യുവതികൾ പണ്ടായിരുന്നു തട്ട വിട്ടില്ലെങ്കിൽ വലിയ ഒരു പ്രശ്നമാക്കി മാറ്റുന്ന ഒരു സമുദായം ഉണ്ടായിരുന്നു, ഒരു വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. സിനിമ ഇൻഡസ്ട്രി തന്നെ നോക്കിയാലും എല്ലാ രീതിയിലും ഇപ്പം ഡ്രസ്സിംഗ് സ്റ്റൈൽ മാറി, അവരുടെ പല സമുദായത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. അല്ല, ഇപ്പൊ മുസ്ലിം വിഭാഗത്തിൽ തന്നെ ആയാലും സിനിമ ഇൻഡസ്ട്രിയിൽ തട്ടുവിട്ട് അങ്ങനെ എല്ലാവരും വരുന്നുണ്ടോ? ഇല്ല. മറ്റേ ഹിന്ദു ക്യാരക്ടേഴ്സിനെ അഭിനയിക്കുന്നവരുണ്ട്, അത് മുസ്ലിം യുവതികൾ തന്നെ ഹിന്ദു ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കും. ഇപ്പം നസ്രിയ തന്നെ ഹിന്ദു യുവതിയായിട്ടൊക്കെ പോകുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്ന പോലെയൊക്കെ അഭിനയിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വന്ന കാലത്ത് അതൊന്നും ഒരു ബാധകമാകുന്നില്ല മതവിഭാഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ പേരിലൊക്കെ അവരെയൊക്കെ മതവിഭാഗത്തിൽ നിന്ന് ഇങ്ങനെ അകറ്റി നിർത്തണമായിരുന്നു. ഇത് അങ്ങനൊന്നും അവരെ അതൊന്നും ബാധിക്കുന്നില്ല. ഇത്രയും വലിയ പ്രൊഫഷനിൽ നിൽക്കുന്ന ആൾക്കാരെ ഒന്നും ഇതൊന്നും ബാധിക്കുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഈ വന്ന കാലത്ത് ഇതൊക്കെ. അപ്പോൾ അതായത് പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ജസ്നല്ലേ, ജസ്നയ്ക്കായാലും ഇപ്പോൾ നിളയ്ക്കായാലും സംഭവിച്ചത് അവർ പറയുന്നത് നുണയെന്നാണോ പറഞ്ഞു വരുന്നത്? അതായത് സമുദായത്തിൽ നിന്നും അങ്ങനെ ഒരു എതിർപ്പ് ഉണ്ടായിട്ടില്ല എന്നാണോ? നുണയാണെന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ വന്ന് നമ്മൾ എടുത്തു നോക്കും, നമ്മളുടെ ഈ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഇപ്പോൾ ഒരു മതവിഭാഗത്തിൽ ഞങ്ങളെ അകറ്റി നിർത്തി, അല്ലെങ്കിൽ അത് പറയുന്നൊരു സാധാരണപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് സമ്മതിക്കാം. ഇത് ഒരു മോഡലാണ്, ഇത്രയും കുറേയൊക്കെ വൈറൽ വീഡിയോസ് ആണ്, ഫുള്ള് കുറേയൊക്കെ ഫേമസ് ആണ്, കുറേ ഇൻ്റർവ്യൂസ് കഴിഞ്ഞ വ്യക്തിയാണ്. ഇവരെ മതത്തിൽ നിന്ന് അകറ്റി നിർത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അറിയില്ല, അത് സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. പക്ഷെ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം ഇതേ പ്രൊഫഷനുമായിട്ട് കൊണ്ട് പോകുന്ന ഒരുപാട് മുസ്ലിം യുവതികളുണ്ട് ഇല്ലേ? മോഡലിംഗ് രംഗത്തായാലും സിനിമ ഇൻഡസ്ട്രിയിലായാലും മറ്റെല്ലാ വിഭാഗത്തിലായാലും
ഇതേ ഡ്രസ്സിങ് സ്റ്റൈല് മാറി. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഫീൽഡിലും മുസ്ലിം യുവതികൾ ഇപ്പം തട്ടവിട്ടിട്ടാണ് വരുന്നത്. അല്ല, എല്ലാ രീതിയിലും അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും എല്ലാം കോസ്റ്റ്യൂംസും കാര്യങ്ങളും എല്ലാം മാറിയിട്ടുണ്ട്. അതിനൊന്നും ഒരു വിഭാഗക്കാരും എതിർപ്പായിട്ട് വന്നിട്ടുമില്ല, ആരും അതിനെ ഒട്ടും മൈൻഡ് ചെയ്തിട്ടുമില്ല. അങ്ങനെയുള്ളൊരു സ്ഥിതിക്ക് ആ ഒരു പേരോ അല്ലെങ്കിൽ ആ ഒരു നാമധേയത്തിൽ ഇങ്ങനെ അകറ്റി നിർത്തുന്നു, അതിനെ ഭയന്നിട്ട് വേറെ പേര് സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരുപക്ഷെ അവിടെ നിന്ന് എതിർപ്പുകൾ ഉണ്ടായി കാണാം. അതൊരു പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു മാനസികാവസ്ഥയിൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എതിർപ്പുകളായിരിക്കാം വന്നിരിക്കുക. ആ രീതിയിലുള്ള സംസാര വിഷയമായിരുന്നിരിക്കാം. സമുദായത്തിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പ്രതികരണങ്ങൾ വന്നിരിക്കാം. അപ്പോൾ അവർക്ക് പിന്നീട് ഈ ഒരു മതമായി തുടരണ്ട എന്ന് അവർ ആ ഒരു സാഹചര്യത്തിൽ തീരുമാനമെടുത്തു. അതുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. പക്ഷെ അത് ഈ ഒരു മതവിഭാഗത്തെ മാത്രം, ഇപ്പൊ എടുത്ത ഫീൽഡ് മോഡലിംഗ് ആണ്, ഇങ്ങനത്തെ വൾഗർ ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളൊക്കെയാണ് നടത്തുന്നത്. അതൊരു മതവിഭാഗം മാത്രമല്ലല്ലോ. ആ ഒരു ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിലും നമ്മളൊരു നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്ത്രധാരണമായിട്ട് പുറത്തിറങ്ങിയ നമ്മുടെ ചുറ്റുമുള്ളവരെങ്കിലും ഒരു 10 കമന്റ് പറഞ്ഞിരിക്കും. അപ്പം അതാ ചോദിക്കണേ, അവിടെ നെഗറ്റീവ് എന്ന് പറയുന്നുണ്ട്. എന്താ നെഗറ്റീവ്? അതാ ഞാൻ പറഞ്ഞത്, അത് നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണ്, നമ്മുടെ കുറ്റമല്ല. അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ഇങ്ങനെ ഒരു വൾഗറായിട്ടുള്ള എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവിടെ മതവിഭാഗം മാത്രമല്ല, സാധാരണപ്പെട്ട എല്ലാ ആൾക്കാരും, അത് നമ്മുടെ മലയാളികളുടെ ഒരു പ്രധാന പ്രശ്നമാണല്ലോ. എന്തെങ്കിലും ഒരു പഴയ ആ കാഴ്ചപ്പാടിന് ഇതുവരെ വിട്ടു വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടി നോക്കി കണ്ടുകൊണ്ട് ഇപ്പോഴും ആ നെഗറ്റീവ് കമന്റ്സ് പറയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട്. അതിന് ഇന്ന വിഭാഗമൊന്നും ഇല്ല, എല്ലാ മനുഷ്യരും അങ്ങനെ പറയും. അപ്പം അത്രയും ആൾക്കാർ പറയുന്നതിനെ വകവെക്കാതെ ഈ മതവിഭാഗത്തെ മാത്രം ഫോക്കസ് ചെയ്തത് എന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവർക്ക് കുറച്ചും കൂടെ കംഫർട്ട്, അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട പേര് നീളയാണ്. അപ്പോൾ നീള കുറച്ചും കൂടെ സ്യൂട്ടായിട്ടുള്ള നമ്പ്യാർന്ന്, അതാ ഞാൻ പറഞ്ഞു. അവരുടെ കാരണം എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയാവൂ. അപ്പൊ ഈ ഒരു മതത്തിൽ സ്വീകരിച്ചതിന് ശേഷം ഒരുപക്ഷെ അവർക്ക് എതിർപ്പുകളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ പറഞ്ഞതുപോലെ ഈ ഒരു സമുദായത്തിൽ നിന്നും എതിർപ്പുകളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ പറഞ്ഞതുപോലെ എന്താ, ശരിക്കും പറഞ്ഞാൽ കണ്ണിങ് ആണ്. നമ്പ്യാർ എന്നുള്ള ഒരു സമുദായം ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. എനിക്ക് അറിയത്തില്ല. എന്ത് തന്നെയായാലും അവർക്ക് എതിർപ്പ് ഈ ഒരു പേര് സ്വീകരിച്ചതിന് ശേഷം എതിർപ്പുകളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് ഈ ചർച്ച വിഷയമായത് തന്നെ. അത് ആ ഇന്റർവ്യൂവിന് ശേഷമാണ് ചർച്ചാ വിഷയമായത്. അപ്പോൾ അവർക്കത് സ്വീകരിച്ചതിന് ശേഷം എതിർപ്പുകൾ ഒന്നും ഉണ്ടായിട്ടില്ല. സ്വീകരിച്ച് ഇത്രയും കാലം വരുന്നു. അപ്പോൾ ഇതുമായി തന്നെ മുന്നോട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ടാവണം. ഒരു പെട്ടെന്നൊരു എടുത്തുചാട്ടമോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഡിസിഷനിലോ അല്ലെങ്കിൽ കുറച്ച് നാൾ ചിന്തിച്ചിട്ടോ ആയിരിക്കും ഈ പേര് സ്വീകരിച്ചത്. സ്വീകരിച്ച സമയത്ത് ആരും എതിർപ്പുമായി മുന്നോട്ട് വന്നിട്ടുണ്ടാവില്ല. അവർക്ക് എന്ന ഫോളോവേഴ്സ് കൂടുന്നുമുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന മറ്റൊരു ചെറിയ ചർച്ചയുടെ ഭാഗമാണ് ഈ പേര് സ്വീകരിച്ചത് കൊണ്ടാണ് ഇവർക്ക് ഫോളോവേഴ്സ് കൂടിയത്. അതായത് ഈ ഒരു മതത്തെ അവർ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അവർ ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അത് ആ വ്യക്തി തന്നെ പറയേണ്ട കാര്യമാണ്. ആ ഒരു സ്ട്രാറ്റജി ഇവർക്ക് ഉണ്ടോ എന്നുള്ളത്, ഈ പേരിലൂടെ കുറെ ഫോളോവേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളത് അവരുടെ സ്ട്രാറ്റജി ആണോ അല്ലേ എന്നുള്ളത് അവർ പറയേണ്ട കാര്യമാണ്. നമുക്കിപ്പോൾ പറയാൻ പറ്റുക, അവരിപ്പോൾ സ്വീകരിച്ച സമയത്ത് മേ ബി എതിർപ്പുകളൊന്നും ഉണ്ടായിട്ടുണ്ടാകില്ല. അപ്പോൾ അതുമായി തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടാവണം. പക്ഷെ ഒരിക്കലും ഞാൻ പറയുന്നത് അവർ സ്വീകരിച്ചതൊന്നും തെറ്റായിട്ട് തോന്നുന്നില്ല. അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ടായിരിക്കും സ്വീകരിച്ചത്. അവരുടെ താല്പര്യം, അവരുടെ വ്യക്തിപരമായ താല്പര്യം. ഇപ്പം അവരുടെ ഇപ്പം വിവാദമായിക്കൊണ്ടിരിക്കുന്നതിന്റെ ഓരോ വീഡിയോയുടെയും താഴെയുള്ള കമന്റ്സുകൾ നോക്കിയാൽ അറിയാം. അതിൻ്റെ അകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് കമന്റ് എനിക്ക് വായിച്ചൊരു ഓർമ്മയാണ്. അതിൻ്റെ അകത്ത് അയാൾ പറയുന്നത്, ഇവര് നിളാ നമ്പ്യാർ എന്നുള്ളൊരു പേരും സ്വീകരിച്ച് ഹിന്ദുമതം സ്വീകരിച്ച് ഒരു ഹിന്ദു സ്ത്രീയുടെ ഒരു നാടൻ പെൺകുട്ടിയുടെ രൂപത്തിൽ സിന്ദൂരക്കുറിയൊക്കെ ഇട്ട് സാരിയൊക്കെ ഉടുത്ത് അല്ലെങ്കിൽ വീട്ടിൽ ഈ ചമ്മന്തി അരയ്ക്കുന്നതും അങ്ങനെയുള്ള കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് ഒരു നാടൻ പാല് കറക്കാൻ പോകുന്നത്, തൊടിയിൽ തുണി കഴുകാൻ പോകുന്നത്, അങ്ങനെയൊക്കെ കുറെ ഒരു നാടൻ പഴയകാല ഹിന്ദു യുവതിയുടെ എല്ലാ ലക്ഷണമൊത്ത ഇതും വെച്ചിട്ട്. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു സങ്കല്പത്തിലുള്ളൊരു ഹിന്ദു യുവതി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ കുറച്ച് വിഭിന്നമായിട്ട് കുറച്ച് വൾഗറായിട്ടാണ് ആ ഒരു ഹിന്ദു യുവതിയെ അവിടെ അവതരിപ്പിക്കുന്നവർ. ആ ഒരു വീഡിയോസ് എല്ലാം നോക്കിയാൽ മതി. നമ്മുടെ പഴയകാല കോൺസെപ്റ്റിൽ നിന്നൊക്കെ കുറെ വ്യത്യസ്തമുണ്ട്. വേണമെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടെന്ന് പറയാം. അങ്ങനെയാണ് ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആ സങ്കല്പത്തെയൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ടുള്ള ഒരു എന്താ പറയാ ഷൂട്ടായിരുന്നു അത്.
അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് ഒരാൾ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തുണി കഴുകുന്നു, ഇതുപോലെ ചമ്മന്തി അരയ്ക്കുന്നു, അങ്ങനെയൊക്കെ ഓരോ പഴയകാല ഹിന്ദു കോൺസെപ്റ്റിനെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് ഇവരിങ്ങനത്തെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനെ നമ്മുടെ ആ ഒരു പഴയ നൊസ്റ്റാൾജിയ, ഗ്രഹാതുരത്വമാണ് ആ പഴയ ആ ഹിന്ദു യുവതി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു രൂപം ഉണ്ടല്ലോ, ആ രൂപത്തെ തകർക്കുന്ന രീതിയിലാണ് ഇവർ ഈ വീഡിയോസ് ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ടാണ് അയാളുടെ ആ ഒരു പോസ്റ്റ്. അപ്പം അയാളുടെ പോസ്റ്റിനോട് ഞാനൊരിക്കലും യോജിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിയാണ് നമ്മുടെ മനസ്സിലൊരു ഹിന്ദു യുവതി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു രൂപമൊക്കെ ഉണ്ട്, പക്ഷേ അത് കാണാനും മലയാളികൾ ഇരിക്കുന്നുണ്ട്. അതാണ് അവിടുത്തെ പോയിന്റ്. അത് ഇത്രയും അധികം ഒരു വൈറലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ വൾഗർനെസ് കാണാനും മലയാളികൾ സജ്ജരാണ്, സപ്പോർട്ട് ചെയ്യാനും അത് സജ്ജരാണ് ആൾക്കാർ. ഇത്രയൊക്കെ വിമർശിക്കുന്നവർ തന്നെയാണ് ഇവര് ഇതിൽ പറയുന്നുണ്ട്, ഈ വീഡിയോയിൽ, ഇതേ വീഡിയോയിൽ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്, ഇവർ ഈ സമുദായത്തിൽ നിന്നും, അതായത് നേരത്തെ ഉണ്ടായിരുന്ന സമുദായത്തിൽ നിന്നും പുറത്താകാൻ കാരണമായ ഒരു വ്യക്തി പിന്നീട് ഇവർ എറണാകുളത്തേക്ക് മാറി, ഇങ്ങോട്ടേക്ക് ജീവിതമൊക്കെ മാറി, പ്രൊഫഷനൊക്കെ ആയി, പേരൊക്കെ മാറ്റിയതിന് ശേഷം ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇവരെ കാണാനും പല ആവശ്യങ്ങൾക്കായിട്ട് എന്തായിരിക്കും ആവശ്യം എന്ന് മനസ്സിലായല്ലോ, വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഈ സമുദായത്തെ വളരെയധികം പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാർ, സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്നവർ, ഇങ്ങനെയൊക്കെ പകൽ മാന്യൻ, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സമുദായത്തിന് വേണ്ടിയാണ്, സമുദായത്തിന് ഇന്ന കാഴ്ചപ്പാടുകളുണ്ട് എന്ന് പറയുന്നവർ ഒരിക്കലും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മളെ യേശുക്രിസ്തു പറഞ്ഞ പോലെ തെറ്റ് ചെയ്തവർ കല്ലെറിയട്ടെ എന്ന്. പാപം ചെയ്തവർ കല്ലെറിയട്ടെ. അങ്ങനെ നോക്കുമ്പോ നീളാം നമ്പ്യാർ ചെയ്തതിൽ എന്താ തെറ്റ്? ആർക്കാ കല്ലെറിയാൻ അവകാശമുള്ള ഇവിടെ? ആർക്കാ കല്ലെറിയാൻ? പക്ഷേ ചേച്ചി പറഞ്ഞു ഈ പോൺ വീഡിയോസ് ചെയ്യുന്നു എന്നുള്ളത്. പോൺ വീഡിയോസിന് തെറ്റ് പറയുന്നവരാരെങ്കിലും ഉണ്ടോ? കാണാത്തവരായിട്ട് അത് കാണുമായിരിക്കും, പക്ഷെ കാണാത്തവരാണോ കാണുന്നവരാണോ കൂടുതൽ? കാണുന്നവരായിരിക്കും കൂടുതൽ. പിന്നെ ഒരു സമുദായത്തെ ഇവർ അപമാനിക്കുന്നു എന്നുള്ളത്, ഈ സമുദായ പേര് വെച്ച് ഒരു സമുദായത്തെ അപമാനിക്കുന്നു, അവരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളത്, അവിടെയാണ് ഞാൻ പറഞ്ഞത് ആ കാഴ്ചപ്പാട് നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. ആ സമുദായം എന്നുള്ളൊരു ശരിയാണ്, ആ ഒരു സമുദായത്തിൽ നിന്നുകൊണ്ട് ആ ഒരു ആചാരത്തെ മാനിച്ചു പോകുന്ന കുറേ വ്യക്തികൾ, ഒരു സമൂഹമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവർ ചിന്തിക്കേണ്ടത്, ഒരാൾ നമ്മുടെ സമുദായത്തിൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് നമ്മളെ വ്യക്തിപരമായോ നമ്മുടെ കുടുംബത്തെ അത് ബാധിക്കുന്നില്ല. അപ്പോൾ അത് മാറ്റേണ്ടത് ആ സമുദായത്തിൽ, ആ സമൂഹത്തിലുള്ളവരുടെ കാഴ്ചപ്പാടിനാണ് അവരുടെ കാഴ്ചപ്പാടാണ് മാറ്റേണ്ടത്. ഇത്തരം ചർച്ചകൾ എപ്പോഴും അതുകൊണ്ട് ഫോർവേഡ് ഈ ചർച്ചകളിലേക്ക് വരുമ്പോൾ ഒരിക്കലും റീച്ചിന് വേണ്ടി അവരെ എതിർത്ത് ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യണമെന്നുമല്ല ഞാൻ പറയണേ, പക്ഷെ പൂർണ്ണമായി അവരെ എതിർത്ത് മാത്രം സംസാരിക്കാതെ മറ്റൊരു വശം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ 21ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തിപരമായിട്ടുള്ള ജീവിതമുണ്ട്, വ്യക്തി ജീവിതമുണ്ട്, വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനെയും കൂടെ നമ്മൾ മാനിച്ചുകൊണ്ട് ഒരു ഫോർവേഡായി ചിന്തിക്കുക, ഫോർവേഡായി ജീവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം ഞാനൊരു കോൺസെപ്റ്റ് പറയാം. ഇപ്പം നമ്മുടെ ഇന്ത്യ എന്നുള്ള രാഷ്ട്രം, അത് ഭൂരിഭാഗം ഹിന്ദുക്കളുമാണ്. അപ്പം ഇപ്പം തന്നെ നരേന്ദ്രമോദിയുടെ അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെയും BJPയുടെ അധികാരത്തിലായതുകൊണ്ട് തന്നെയും ഭൂരിഭാഗം ഹിന്ദു മെജോറിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കളെ ആ ഒരു സൈഡ് പറയുന്ന ഒരു വിഭാഗം കൂടുതലാണ്. അതിപ്പം നമ്മുടെ കേരളത്തിലായാലും മറ്റെല്ലാ സംസ്ഥാനങ്ങളിലായാലും. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹിന്ദു വിഭാഗത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഇവർ മുന്നോട്ട് കൊണ്ടുവന്നത്. കാരണം അവരുടെ ആ ന്യായീകരണത്തെ ആയിരിക്കും അവർ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇനി അവരെ വളരാൻ അനുവദിച്ചുകൂടാ എന്നതാണ് കമന്റ്സിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഹിന്ദു വിഭാഗത്തിൽ എവിടെയാ വ്യഭിചാരം ചെയ്യാൻ പാടില്ല എന്നുണ്ട്? വ്യഭിചാരം ഇവർ ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് ഹിന്ദു വിഭാഗത്തിൽ അല്ലെങ്കിൽ ഭഗവത്ഗീതയിലായാലും മഹാഭാരതത്തിൽ എവിടെ എഴുതിയിട്ടുള്ളേ? നമ്മൾ സമുദായത്തിന്റെ പേര് വേറൊരാൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് എവിടെ എഴുതിയിട്ടുണ്ട്? അങ്ങനെ പറഞ്ഞിട്ടില്ല. എവിടെയും പറഞ്ഞിട്ടില്ല. നീ ഈ ഒരു വിഭാഗത്തിലും പറഞ്ഞിട്ടില്ല. പിന്നെ ആർക്കാ നിർബന്ധം? എന്റെ മതം സ്വീകരിക്കുമ്പോൾ, എന്റെ സമുദായം സ്വീകരിക്കുമ്പോൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് ആർക്കാ നിർബന്ധം? ഏത് സമുദായത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള? എന്റെ സമുദായത്തിന്റെ പേര് സ്വീകരിച്ചുകൊണ്ട് ഈ പ്രവൃത്തി ചെയ്യാൻ പാടില്ല എന്ന് ഏത് സമുദായത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ?
മതം സ്വീകരിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ട പേര് സ്വീകരിക്കുന്നതുകൊണ്ടോ ഒന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷേ അത് മറ്റൊരു മതവിഭാഗത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതായത് ഞാനിത് സ്വീകരിച്ചത് എനിക്ക് വൾഗർ വീഡിയോസ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ പേര് സ്വീകരിച്ച് അല്ലെങ്കിൽ ഈ വിഭാഗത്തിന്റെ പേര് സ്വീകരിച്ചെങ്കിലേ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇങ്ങനത്തെ വൾഗർ വീഡിയോസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ മതവിഭാഗത്തിൽ അത് പറ്റില്ല, പക്ഷെ നിങ്ങളുടെ മതവിഭാഗത്തിന്റെ പേര് സ്വീകരിച്ചാൽ ഇത് സാധ്യമാകും എന്ന് പറയുമ്പോൾ ആ ഒരു മതവിഭാഗത്തെ വെറും അങ്ങ് അടിച്ചു താഴ്ത്തുന്ന ഞാൻ പറഞ്ഞത് ഇവർ ഈ വിഭാഗത്തിലേക്ക് ചേർന്നതിന് ശേഷം ഒരുപക്ഷെ എതിർപ്പുകൾ അപ്പോൾ ഉണ്ടായി കാണില്ല. മറ്റു മതവിഭാഗത്തിലായിരുന്നപ്പോൾ അവർക്ക് എതിർപ്പുകൾ വന്നിരുന്നു. ഈ മതവിഭാഗത്തിലായപ്പോൾ എതിർപ്പുകൾ വന്നിട്ടില്ല. പക്ഷെ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു മതവിഭാഗത്തിൽ അവർ ഈ വീഡിയോസ് ഇറക്കിയപ്പോഴല്ല അവർ അകറ്റി നിർത്തി എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ജീൻസും ടോപ്പും ഇട്ട് തട്ടമിടാണ്ട് ഒരു ഫോട്ടോഷൂട്ട് നടത്തിയതിന്റെ പേരിലാണ് ഈ മുസ്ലിം വിഭാഗം ഇവരെ മാറ്റി നിർത്തിയത് എന്ന് പറയുന്നുണ്ട്. അവർ ഹിന്ദു മതം സ്വീകരിച്ച് വൾഗർ വീഡിയോസ് ഇറക്കിയപ്പോൾ പോലും അതിനായിട്ട് എതിർപ്പുകൾ വന്നില്ല. എതിർപ്പ് എപ്പോഴാണ് വന്നത്? ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോഴാണ് എതിർപ്പ് വന്നത്. ആരോപണമല്ല, അവരുടെ എന്തുകൊണ്ട് അവർ കാരണം ഒരു പക്ഷേ അങ്ങനെ ഒരു കാരണം പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാർ, നമ്മൾ മലയാളികളെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പൊള്ളത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഒന്നെങ്കിൽ അവരങ്ങനെ പറയണമായിരുന്നു, എനിക്കിത് താല്പര്യം ഇങ്ങനെയായിരുന്നു, എനിക്കൊരു ഹിന്ദു യുവതിയായിട്ട് ഇരിക്കാനാണ് താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ന്യായീകരണം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എനിക്ക് വൾഗർ വീഡിയോസ്, അപ്പൊ അത്രത്തോളം അധപ്പതിച്ചു പോയോ നമ്മുടെ ഹിന്ദു സമൂഹം എന്നുള്ളതാണ്. അധപ്പതിച്ചു. ഇത്രയുള്ള വൾഗർ വീഡിയോസ് ചെയ്യണമെങ്കിൽ അതിനൊരു ഹിന്ദു പേര് വേണം, അല്ലെങ്കിൽ ഹിന്ദു മതം വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് ചോദിക്കുന്നത് എന്ത് അധപ്പതിച്ചു? അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിലൂടെ അത് അധപ്പതനം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഹിന്ദുമതം എന്താ പറയാ വൾഗറാക്കി മാറ്റുവാണ്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പേര് സ്വീകരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ അങ്ങനെ പറയുന്നതിന്റെ ആവശ്യകത എന്താണ്? അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ഒരു മതം അല്ലെങ്കിൽ നിങ്ങളൊരു ഹിന്ദു പേര് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അല്ലാണ്ട് എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ഈ മതം സ്വീകരിച്ചു, അപ്പൊ ഈ മതം എന്താ അത്ര വൃത്തിയുടെ മതമാണ്? എന്താ വൃത്തികേട്? അതാ ഞാൻ പറയുന്നത്. വൾഗർ വീഡിയോസ് എന്ന് പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മുടെ സമൂഹം ഒരു കുറെ നമ്മൾ മലയാളികളാണെങ്കിലും റോഡിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ ഇങ്ങനെയല്ലല്ലോ ഇറങ്ങി നടക്കുന്നത്. മാന്യമായ രീതിയിൽ വേഷം ധരിച്ചിട്ടാണല്ലോ ഇറങ്ങി നടക്കുന്നത്. അല്ലാണ്ട് ഈ പെണ്ണ് അല്ലെങ്കിൽ ഈ നീളാം നമ്പ്യാർ എന്ന് പറയുന്ന ഈ സ്ത്രീ നടക്കുന്ന പോലെ അല്ലല്ലോ റോഡിൽ കൂടെ നമ്മൾ നടക്കുന്നത്. അല്ലെങ്കിൽ അവർ വിടുന്ന പോലത്തെ വസ്ത്രം ഇട്ടുണ്ടോ ഈ കയ്യിലും തോർത്തോ കൊടുത്തോണ്ടോ അല്ലല്ലോ നമ്മൾ മലയാളികൾ സ്ത്രീകൾ സൂര്യ അങ്ങനെയല്ലല്ലോ നടക്കുന്നത്. നമ്മൾ ഓരോ പെണ്ണുങ്ങളും അങ്ങനെയല്ല നടക്കുന്നത്. നമ്മൾ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ ഇങ്ങനെ പോകുന്നത്, ഇങ്ങനത്തെ വീഡിയോസ് എടുക്കേണ്ടതുകൊണ്ട് അല്ലെങ്കിൽ ആ ഹിന്ദു യുവതി ആ ഒരു വൾഗർ രീതിയിൽ ആ വീഡിയോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ മതം സ്വീകരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഈ പേര് സ്വീകരിച്ചേ പറ്റൂ എന്ന് പറയുന്ന ന്യായീകരണത്തെയാണ് ഞാൻ ചോദിക്കുന്നത്. അതിപ്പോ ആ മതം ഇപ്പോൾ ഈ ഹിന്ദു മതത്തിലേക്ക് സ്വീകരിച്ചു, ആ മതത്തിലേക്ക് സ്വീകരിച്ചാൽ ഒരു പക്ഷേ എനിക്ക് എതിർപ്പുകൾ വരില്ല എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അതേപോലെ തന്നെ അത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എതിർപ്പുകൾ വന്നിട്ടുമില്ല. അങ്ങനെ അവർ ചിന്തിച്ചത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേര് സ്വീകരിച്ചത്. പക്ഷേ അതിനുശേഷം ഇങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് മറ്റുള്ള വിഭാഗത്തിലല്ലേ മറ്റുള്ള സ്ത്രീകളെ ഫോളോവേഴ്സിന് കുറവില്ല. ഫോളോവേഴ്സ് അവരുടെ പ്രൊഫഷനെ ബാധിക്കുന്നില്ല. ഇപ്പൊ അവരുടെ പ്രൊഫഷൻ അവരുടെ അക്കൗണ്ട് ഇപ്പൊ ഒന്നും കൂടെ കൂടി കാണും. കാരണം ഇങ്ങനെ ഒരു വിവാദം വന്നതിന് ശേഷം അവർക്കത് നോക്കിയാൽ മതി. അവർക്ക് ഇപ്പം ഇത്രയും പ്രശ്നം കത്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവരും, ഞാൻ തന്നെ ഇപ്പൊ ഒരു 2-3 വട്ടം കയറി നോക്കി ഇവരുടെ ഈ കറക്റ്റ് ഈ പ്രൊഫൈൽ എന്താണ് സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ കണ്ടുപോകുന്നുണ്ടെങ്കിലും ഇത് ആരാണ് എന്താണെന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ കയറി സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എത്ര പേര് ഇപ്പൊ സെർച്ച് ചെയ്താൽ തുടങ്ങി കാണും, എത്ര വീഡിയോസ് ഇപ്പൊ എത്ര പേര് കണ്ടു കാണും, കാണാത്തവരും കൂടെ കണ്ടു കാണും. ഇപ്പോൾ എന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു പ്രൊഫഷന്റെ ഭാഗമായിട്ട് ഇപ്പൊ അവരൊന്നും കൂടെ, ഇപ്പൊ മലയാളികളുടെ കാര്യം തന്നെ എടുത്താലും മതി, അവരിപ്പോ ഒന്നും കൂടെ കയറി സെർച്ച് ചെയ്യാനും അവരെ ഫോളോ ചെയ്യാനും ഒക്കെ തുടങ്ങി. ഇപ്പൊ ഫോളോവേഴ്സും കൂടി കാണും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള പല ശരികളുണ്ടാവും. അവരുദ്ദേശിച്ച ശരി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഹിന്ദു മതത്തിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ പ്രൊഫഷന് കുറച്ചും കൂടെ സ്യൂട്ടായിരിക്കും, എനിക്ക് ഇത്രത്തോളം എതിർപ്പുകൾ ഉണ്ടാവില്ല, ആ സമുദായത്തിൽ നിന്നും അത്രത്തോളം എതിർപ്പുകൾ ഉണ്ടാവില്ല. ഇപ്പം നമ്പ്യാർ പേര് സ്വീകരിച്ചാൽ എതിർപ്പുകൾ ഉണ്ടാവില്ല എന്ന് അവർ ആ ഒരു സമയത്ത് ചിന്തിച്ചിട്ടുണ്ടാകാം. അപ്പോൾ നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ചിന്തകളുമാണ് ആ തീരുമാനത്തിലേക്ക് എത്തിക്കുക. അതേപോലെ എത്തിച്ചു, അവരതുമായിട്ട് മുന്നോട്ട് പോയി. സപ്പോർട്ടേഴ്സ് ഒരിക്കലും കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ
ആ സമയത്തുണ്ടായ തീരുമാനം എന്താണോ, തീരുമാനിക്കേണ്ടായ കാരണം എന്താണോ അത് അവർ പറഞ്ഞു. അതിന്റെ പിന്നെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് അവർക്ക് വ്യക്തിപരമായിട്ട് മാത്രമേ അറിയാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ പേര് സ്വീകരിച്ച കാര്യം പറയുമ്പോൾ ഇപ്പം ഒരുപാട് സിനിമ ഇൻഡസ്ട്രി തന്നെയാണെങ്കിലും ഒരുപാട് പേര് ഇതേപോലെ ഒരു മതവിഭാഗത്തിന്റെ പേരും സ്വീകരിച്ചുകൊണ്ട് ഇതുപോലെ എന്തെല്ലാം ചെയ്യുന്നു. ഇപ്പം ഷക്കീല ഇല്ലേ, അവര് മതമൊന്നും മാറിയില്ല, പേരൊന്നും മാറ്റിയില്ലല്ലോ, അവരുടെ പേര് തന്നെയാണ് അവരെല്ലാം ചെയ്തത്, അവരുടെ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുവന്നു എല്ലാം അതേ പേരിൽ തന്നെയാണ്. അപ്പൊ അതിൻ്റെ അത് വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പൊ ആ ഒരു ന്യായീകരണം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാര്യം നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിപ്പം മോളിവുഡ് ആയാലും ഹോളിവുഡ് ആയാലും ഹോളിവുഡ് അല്ല ബോളിവുഡ് ആയാലും എല്ലായിടത്തും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വരുന്ന സ്ത്രീകൾ അത്രയും ടോപ്പ് ലെവലിൽ വരെ നിൽക്കുന്നത് അതേ പേര് തന്നെ സ്വീകരിച്ചുകൊണ്ടാണ്, അതേ പ്രൊഫഷൻ അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ന്യായീകരണത്തെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതിപ്പോ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമായിട്ട് തന്നെ അതും എടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. വ്യക്തിപരമായ താല്പര്യമാണെങ്കിൽ അത് അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം അത് അവരങ്ങനെ പറയണം, ഇതെന്റെ വ്യക്തിപരമായ താല്പര്യമാണ് ഈ പേര് സ്വീകരിച്ചത്, അല്ലാണ്ട് ഈ വീഡിയോസ് ചെയ്യേണ്ടോണ്ട് ഇത് സ്വീകരിച്ചു എന്ന് പറയുന്ന ഒരു ന്യായീകരണമല്ല. എന്തായാലും നിളാ നമ്പ്യാരും ആസിയ നവാസും സമൂഹ മാധ്യമങ്ങളിലെല്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഫലം എന്താണെന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ തന്നെ അറിയാം.